ശാന്തമായിട്ടിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം പിതാവായ ദൈവം ലോകത്തെ നമ്മളെ അത്രയധികമായി സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം നാം വായിക്കുന്നത്, ആകയാൽ ദൈവം തന്റെ മഹത്തായ കാരുണ്യത്താൽ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ നമ്മെ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ കാരുണ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവം സ്വർഗം വിട്ട് ഇതാ സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ആ തമ്പുരാൻ തന്റെ അവസാനത്തുള്ളി രക്തവും ജലവും ഒഴുക്കിക്കൊണ്ട് പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നമുക്ക് നിത്യജീവൻ തരാൻ അവിടുന്ന് കരുണയായി തീർന്നു. ഹല്ലേലൂയ. ദൈവകരുണ വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം പാപികളായിരിക്കെ